ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. അധികമൊന്നുമില്ല, കുറച്ച് കുട്ടി കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊന്ന് പുറത്ത് പോവാണ്. അപ്പൊ നിങ്ങളെ കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടില്ലേ എന്റെ ബാക്കിൽ. ഇത് ഞങ്ങളുടെ അല്ല കേട്ടോ, ഈ കാണുന്ന മാത്രം ഞങ്ങളുടെ ഉള്ളൂ. ഇത് ഇവിടുത്തെ ബാക്ക് യാർഡാണ്. അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർ വളർത്തണ്ട കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, കംപ്ലീറ്റ് റോസാ. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഞങ്ങളുടെ ബാക്ക് യാർഡിലത്തെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടൊരു വീഡിയോ വേറെ ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാന് ബസ് സ്റ്റോപ്പിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ബസ് ഇച്ചിരി ദൂരമുണ്ട്, ഒരു ബസ് മിസ്സായി. എന്തായാലും ഇനി അടുത്ത ബസ് പിടിക്കണം. ഇന്ന് നല്ല വെതറാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ദൂരമുണ്ട് ഇനി അടുത്ത, കാരണം വേറെ ബസ് വേറെ സ്റ്റോപ്പൊന്നും, അപ്പോൾ അവിടേക്ക് നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. സത്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആവാനുള്ള കാരണം നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാൻ നിന്നു. അതെ, ഞാനും ഇങ്ങനെ പോകുമ്പേ അതിൽ കണ്ടോ വേറൊരാളും അതെ ഇങ്ങനെ എന്തോ നമ്മളെ പോലെ തന്നെ യൂട്യൂബറാണെന്ന് തോന്നുന്നു. എനിവേ, അപ്പം പുള്ളി അതെ ഷൂട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യണം. എൻ്റെ ഇവിടുന്ന് ഒരു 5 to 7 minutes ഡ്രൈവേ ഉള്ളൂ ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ടിലേക്ക്. അത്രയും അടുത്താണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് പോണ്ട് നല്ല കൂടെ. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അപ്പം അങ്ങനെ ഇത് കണ്ടോ, ഇവിടെ അത് പ്രസ്റ്റോ കാർഡാണ് ബസ്സിന് യൂസ് ചെയ്യുക. എല്ലായിടത്തുള്ള പോലെ തന്നെ കാർഡ് ടാപ്പ് ചെയ്യുക, കയറുക. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദുബായിലൊക്കെ ആർട്ടിയുടെ നോൾ കാർഡ് ടാപ്പ് ഇന്നും ചെയ്യണം, ടാപ്പ് ഔട്ടും ചെയ്യണം. മീൻസ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ടാപ്പ് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല, ഇവിടെ ടാപ്പിംഗ് മാത്രം ചെയ്താൽ മതി. അങ്ങനെ. അപ്പോൾ ശരി, നമുക്ക് കാണാം. മൈക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതാണൊരു പ്രശ്നം. നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നിട്ട് വേണം. തുടങ്ങിയിട്ടല്ലോ ചാനലൊന്നും ഗ്രോ ചെയ്യട്ടെ. കേൾക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പറയുന്നത്. ഭയങ്കര എക്സോസ്റ്റഡ് ആവും. ഹ്യൂമിഡിറ്റി ബെറ്ററാണ്. നല്ല മഴയുണ്ട്. എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. വീണ്ടും നിങ്ങളോ? ഹായ് പറ. വഴിന്ന് കിട്ടിയതാണെന്ന് വിചാരിക്കണ്ട, ഞാൻ പോയിട്ട് പറക്കി കൊടുത്തതാ. ഇപ്പൊ നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മളൊരു കോസ്മെറ്റിക് ഷോപ്പ്. ആദ്യം തന്നെ ഇവിടത്തെ ഒരു കോസ്മെറ്റിക് ഷോപ്പിലേക്കാ പോകുന്നത്. വാക്കബിൾ ഡിസ്റ്റൻസ് അല്ലേ, പക്ഷെ നമ്മൾ ബസ് കയറി പോകും. നല്ല വെയിലായി തുടങ്ങിയിട്ടാ. ഇപ്പൊ സമയം ഏകദേശം 1 മണിയാവാറായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇത് ഞങ്ങളിങ്ങനെ നടന്നിട്ട് പോണ വഴിയിൽ കണ്ടതാണ് കേട്ടോ. കൊള്ളാലേ, മറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. മൾബറിയാണ്, മൾബറി. മൾബറിക്കള്ളി. ഇത് കണ്ടോ, കോട്ടിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ പോലെ നിറച്ച് റോസ്. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് എന്തോരം വീഡിയോയില് ഭംഗിക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളത് നിറച്ചിതൊക്കെ റോസയാ. നമ്മളിതേ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാസ. പ്ലാസയുടെ പേരെന്താണെന്നറിയോ?
ഇത് സിവിക് ഹോസ്പിറ്റലിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പായിട്ട് വരും. ഇതേ ഞാൻ വേണമെങ്കിൽ ഈ സ്ഥലം കാണിച്ചു തരാം. ഈ ഷോപ്പിൽ കോസ്മെറ്റിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ നല്ല സെയിലിൽ നല്ല വില കുറവാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ബ്രാംപ്ടണിലാണ്. ബ്രാംപ്ടൺ സിവിക് ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള ഒരു ഷോപ്പാണ്. എല്ലാവിധ ബ്രാൻഡുകളും സംഭവങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി? ബ്രാംലി അങ്ങനെയാ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ബ്രാംലി ബസ് ടെർമിനലാണിത്. അങ്ങനെ നമ്മൾ ബ്രാംലി മാളെത്തി. $4:21 നല്ല കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ $4:21 അവിടെ നല്ല പൈസ പാട്ടോ. ഞാൻ ആദ്യമായിട്ട് അവിടെ വന്നിട്ട് ഷോപ്പിൽ വരുന്നത്. സോ നല്ല പൈസ ഉണ്ട്. 10, 5, 8 അങ്ങനെ അത്ര ഡോളേഴ്സ് ഉള്ളൂ. സത്യം പറഞ്ഞത് ഈ ഷോപ്പൊക്കെ പറഞ്ഞാൽ ഇവിടെ കോളേജ് പിള്ളേർക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു ഡ്രസ് ഉണ്ടോ? ഏതാണ് ഒന്ന് കാണിച്ചേ? അടിപൊളിയാ. ഇത് കണ്ടില്ല ഇത് കൂടെ നന്നായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഞങ്ങളെ ഫുഡടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വിശപ്പ് കാരണം ഫുഡ് കഴിക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഷോപ്പ് ചെയ്യണതിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കാം അല്ലേ? ഉഷാറായില്ലേ? വേറെ ചേച്ചി വേറെ മൂഡിലായിട്ട് വേറെ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുക. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ഇവിടെ സെഫോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണം. അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം എന്തൊക്കെ കിട്ടുന്നുള്ളത്. ആദ്യം തന്നെ നമുക്കിത് ബാത്ത് ബോഡിയിൽ ഇവിടെ എന്നും സെയിലാണ് കേട്ടോ. ഇതൊക്കെ എന്നുള്ളതാ.
സെഫോറയിൽ എത്തി. ഇവിടെ നിന്ന് കുറച്ച് സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളും വാങ്ങി സെഫോറയിന്ന്, കണ്ടില്ലേ? കുറേ നേരം ഓരോന്നും ട്രൈ ചെയ്തിട്ടൊക്കെ നിന്നൂട്ടാ. എന്റെ ഡ്രസ്സിന് മാച്ച് ആയല്ലേ. ഇത് തികച്ചും അതിനെന്തോ പറയില്ലോ, വാട്ട എന്തെങ്കിലും അവിടെ. എന്തായാലും എനിക്ക് സെഫോറ എനിക്ക് മാച്ച് ആയിട്ടെന്നുള്ള ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഞാൻ സെഫോറയിൽ നിന്ന് ഇനി നമുക്ക് കുറച്ചും കൂടി സംഭവങ്ങൾ വാങ്ങാനും ഇതിനൊക്കെ ഉണ്ട്. യെസ്, അപ്പം അടുത്ത ഷോപ്പിലേക്ക് പോവാം. നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടോ? ഞാനിപ്പോ സെഫോറയിൽ കയറിയപ്പോ ട്രൈ ചെയ്തിട്ടുള്ള ലിപ് ഷെയ്ഡാണ്. അടിപൊളിയാണ്. എനിക്ക് ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ ഭയങ്കര ഒബ്സഷനാ. എനിക്ക് ഇഷ്ടം പോലെ ലിപ്സ്റ്റിക്കും ഉണ്ട്. കൊറേ ലിപ്സ്റ്റിക്ക് ഞാന് പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ഒരിക്കൽ എന്താ പറയാ നമുക്ക് ചെയ്യാം. ലിപ്സ്റ്റിക് കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. എനിവേ, ഇത് അടിപൊളി ഷെയ്ഡല്ലേ? ഇത് സെഫോറയുടെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് കം ഒരു ബ്രൗൺ സെഫോറയുടെ തന്നെ ബ്രൗൺ ലൈനറും കൂടിയിട്ട് അടിപൊളി ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ H&M ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് H&M ഒന്ന് കേറി നോക്കാം. എന്താ സെയിൽ എന്നൊക്കെ എഴുതി കാണിക്കാനുണ്ട്. വല്ലതും കിട്ടുമോ നോക്കാം. ഇനിയിപ്പോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയില്ല. കാരണം സെഫോറയിൽ തന്നെ കയറിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞു സോറി പറ്റില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിർത്തി. ഓരോരുത്തരൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ഇങ്ങനെ പബ്ലിക്കലി ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ഷൈനസ് ഉണ്ട്. പക്ഷെ അതൊക്കെ പതുക്കെ മാറിക്കോളും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പൊ ഒന്നും കിട്ടിയിരുന്നില്ല. എന്താ പറയാ, H&M അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിവിടെ അർബൻ പ്ലാനറ്റിലൊന്ന് കയറി നോക്കാം. അർബൻ പ്ലാനറ്റില് വലിയ കുറച്ച് കുറവുണ്ട്. കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. നമുക്കൊന്ന് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഇതെങ്ങനെയുണ്ട്? അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഈ ഹൈറ്റ് കൂടുതലല്ലോ. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് അധികം ഷോപ്പ് ചെയ്തൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് വീണ്ടും എക്സ്പ്ലോർ ചെയ്തു. വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നല്ല കാലുവേദന. അപ്പൊ എന്തായാലും നമ്മൾ മടുത്തു കൂട്ടാ. നടന്നിട്ട് മടുത്തു. അതുകൊണ്ട് ഇനിയിപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.